Good morning, all. Good morning. Okay. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാർക്കറ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ മാർക്കറ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. നമ്മൾ മൂവ് ആയ ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 8 അക്രഡിറ്റേഷൻ ആണ്. പേജ് നമ്പർ 84 ആണ്. ഓക്കെ. സോ എന്താണ് അക്രഡിറ്റേഷൻ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് കോമൺലി നമ്മൾ ഗുഡ് മോർണിംഗ് കോമൺലി നമ്മുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ആണ്. ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ അവർക്ക് നമ്മുടെ ഓർഗനൈസേഷൻ തരുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ട് തരുന്ന ഒരു റെക്കഗ്നീഷനെയാണ്. റെക്കഗ്നീഷൻ എന്താണ്? അംഗീകാരം അല്ലെ? ഓക്കെ, റെക്കഗ്നീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി അക്രഡിറ്റേഷൻ is the official recognition given by an external organization to a hospital, maybe the hospital തരുന്നതാവാം, maybe institutions that meet predetermined quality standard, maybe education institutions ഒക്കെ accreditation കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഓക്കെ സൗണ്ട് കുറവാണെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിട്ടാ, സൗണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഒന്ന് നോക്കിയേ. ഓക്കെ ആയിരിക്കണമല്ലോ. നോക്കിയേ എങ്ങനെയുണ്ട്? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. മേ ബി ചിലപ്പോ നിങ്ങളുടെ സ്ഥലത്തുള്ള പ്രശ്നമാവാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ പ്ലേസിൽ നിന്നുള്ള സൗണ്ട് ഡിസ്റ്റർബൻസും ആവാം കേട്ടോ. റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാവാം. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞത്? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണല്ലേ? സോ നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ആണ്. ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ നമ്മുടെ ഹോസ്പിറ്റലിനോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ തരുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മേ ബി എന്തുകൊണ്ടാണ് നമുക്ക് അവർ അക്രഡിറ്റേഷൻ തരുന്നത്? നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത്. സോ ഇറ്റ് കൺഫേം ദാറ്റ് ഓർഗനൈസേഷൻ സേഫ് എഫക്റ്റീവ് ക്വാളിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് സേഫ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി സർവീസ് ആണ് ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു അംഗീകാരമാണ് എന്ത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരമാണ് അല്ലെ? സ്ഥാപനത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് എന്താ പറയുന്നത്, അവർ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പുറത്തുനിന്നുള്ളൊരു ഏജൻസി കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു അംഗീകാരത്തെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാതെ നമുക്കൊരു റെക്കഗ്നേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ സാധാരണയായിട്ട് നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ ഒരു UGC അംഗീകാരം ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ നാക്കിന്റെ അംഗീകാരം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണ്? അവിടുത്തെ ക്വാളിറ്റിയിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളും നമുക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി നമ്മൾ വരുന്നത് അക്രഡിറ്റേഷൻ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അക്രഡിറ്റേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ്? ഒബ്ജക്റ്റീവ്സ് നമ്മളെ സംബന്ധിച്ച് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഏരിയ ആണ്. സോ ഇവിടെ എന്താണ് അക്രഡിറ്റേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ. നമുക്കറിയാം നമ്മള് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? നമുക്കറിയാം നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ കൂടുതലും എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാല് മനുഷ്യ ജീവനാണ് അവിടെ നമ്മൾ വാല്യൂ ചെയ്യണം. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് ആണ് ഏത്? ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻസിന് സേഫ്റ്റി എൻഷുർ ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ മെഡിക്കൽ എറേഴ്സ് വരുന്നത്
എന്താണ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന തെറ്റുകൾ അത് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം. ഇംപ്രൂവ് ഹോസ്പിറ്റൽ പെർഫോമൻസ്, ഇതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുവഴി നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും അല്ലെ. അവർ അതേപോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റി മറ്റുള്ളവർക്ക് നമ്മുടെ സ്ഥാപനത്തിന് റെഫറും ചെയ്യും. അത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ then legal complicance, അതുപോലെ തന്നെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. then continuously quality improvement, നമ്മൾ അക്രഡിറ്റേഷൻ ഒറ്റ പ്രാവശ്യം നേടിയെടുക്കുന്ന ഒരു പ്രോസസ് അല്ല. അത് ത്രൂ ഔട്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അംഗീകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിർത്താനായിട്ട് സാധിക്കും. സോ നമ്മളത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. ദെൻ നമ്മൾ അക്രഡിറ്റേഷന് കുറച്ച് ഗുണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, പേഷ്യൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, പേഷ്യൻസിന്റെ റൈറ്റ്സ് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. പബ്ലിക്കിന് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് പബ്ലിക്കിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, ഗുഡ് വില്ല് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അംഗീകാരമുള്ള ഹോസ്പിറ്റലാണ്, അവിടുത്തെ വർക്കിംഗ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളുടെ തന്നെ പേഴ്സണൽ സ്കിൽസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ സാധിക്കും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതെല്ലാം എന്താണ് അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. സോ നമ്മള് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മെയിൻലി അക്രഡിറ്റേഷൻ അതോറിറ്റീസ് മെയിൻലി 3 എന്നാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 3 അക്രഡിറ്റേഷൻ അസോസിയേഷൻസിനെ കുറിച്ചിട്ട്, അതോറിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ ഈസ് എന്താണ്, നാബ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ്. നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, നാബിനെ കുറിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ. ദെൻ QCI അതും കേട്ടിട്ടുണ്ടാവല്ലോ. സോറി, ഞാൻ PDF-ല് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് പോവാടാ. PDF-ല് ആയിട്ടില്ലത്. QCI, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അപ്പൊ ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോളോ ചെയ്യാം. സോ ഇനി അക്രഡിറ്റേഷൻ ബോഡി ഓഫ് ഹോസ്പിറ്റൽസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ ബോഡി ഓഫ് ഹോസ്പിറ്റൽസ്? ഓക്കെ, വായിക്കുന്നത് ഇവിടെ ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഇത്രയും നേരം വായിച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തില്ലേ, ആ പോർഷൻ തന്നെ ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നമ്മള് ഇനി നോക്കുന്നത് അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും നമ്മൾ അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് എന്താണ്, എങ്ങനെയാണ് ബെനിഫിഷ്യൽ എന്ന് പറയാം. ആർക്കൊക്കെയാണ് ശരിക്കും അക്രഡിറ്റേഷൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ആർക്കൊക്കെയാണ്? ഹോസ്പിറ്റലിന് മാത്രമാണോ? അല്ല, ഇവിടെ വരുന്ന പേഷ്യൻസിന്, കസ്റ്റമേഴ്സിന്, ഹോസ്പിറ്റൽസിന്, എന്താ പറയാ, ഫെസിലിറ്റി ഓഫ് മെഡിസിൻ, എല്ലാത്തിനും നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കൺട്രിക്ക്, ഹോൾ കൺട്രിക്ക് തന്നെ എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബെനിഫിഷ്യൽ ആണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല അംഗീകാരമുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൺട്രി നല്ല രീതിയിൽ എന്താണ് ഡെവലപ്പിംഗ് ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. നമുക്കറിയാലോ, നമ്മളെ സംബന്ധിച്ചത് കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കമ്പയർ ടു മറ്റു ഡിസ്ട്രിക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്, അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ അക്രഡിറ്റേഷന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നത് ഹിസ്റ്ററി ഓഫ് അക്രഡിറ്റേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്
1917 1917 അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അമേരിക്കൻ സർജൻ കോളേജ് ഓഫ് സർജൻസ് പറഞ്ഞു, അവിടെയുള്ള കുറച്ച് എന്താണ് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ കറക്റ്റ് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. കാരണം എന്താണ്, ഹ്യൂമൻ ലൈഫാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് ആദ്യം മുന്നോട്ട് വെച്ച സ്ഥാപനം അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ്. അത് 1917 അത് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷമാണ് നോക്കട്ടെ, ഫസ്റ്റ് ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാം. In 1970, the American College of Surgeons established a set of minimum standards for hospital. നമ്മുടെ ഹോസ്പിറ്റൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്തു, അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. കാരണം എന്താണ്, നമുക്കറിയാലേ എംപ്ലോയീസിന്റെ നമ്മുടെ പേഷ്യൻസിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യൻസിന്റെ ലൈഫ് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അത്, അല്ലെ 1970 എന്നൊക്കെ പറയുന്നത്. അപ്പോ അവിടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലിന് കീപ്പ് ചെയ്യണമെന്ന് അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. In 1951, the American College of Surgeons joined with several other professional associations. American College of Surgeons മറ്റ് പ്രൊഫഷണൽ അസോസിയേഷൻ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷനും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടാണ് ജോയിന്റ് കമ്മീഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് വർഷമാണ് നോക്കി, 1951 ജോയിന്റ് കമ്മീഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഇയറുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then 30 years later, this voluntary accreditation body changed its name to Joint Commission on Accreditation of Healthcare Organization to more accurately reflect its scope of health evaluation. അപ്പോൾ ഇത് കഴിഞ്ഞ് 1981 ഒക്കെ ആയപ്പോൾ നെയിം എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ജോയിന്റ് കമ്മീഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായിരുന്നു, അത് മാറി എന്തായിട്ട് മാറി, ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നായി മാറി. ഓക്കെ, ദെൻ നാബ്, നമ്മൾ നാബ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് ഇയർ ആണ്? നാബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2006 നാബ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ QCI 2006. ഓക്കെ, അപ്പോ നാബ് അക്രഡിറ്റേഷൻ സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2006 ആസ് എ കോൺസ്റ്റന്റ് ബോഡി ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. QCIയുടെ കീഴിലാണ് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് ഓരോ എഡിഷൻസ് ഉണ്ട് കേട്ടോ, ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, അങ്ങനെ. ഇപ്പോ കറന്റ്ലി 2005 ജാനുവരിയിലാണ് ലാസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത്. അത് 6th എഡിഷൻ ആണ് കേട്ടോ. നാബ് പബ്ലിഷ് ചെയ്ത ലാസ്റ്റ് എഡിഷൻ ഏതാണ്? 6th എഡിഷൻ ആണ് കേട്ടോ. 6th എഡിഷൻ ആണ് നാബ് എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നാബ് സ്റ്റാൻഡേർഡ്സ് 6th എഡിഷൻ ആണ് കറന്റ്ലി എല്ലാ ഹോസ്പിറ്റൽസും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ ചെറുതായിട്ട് അപ്ഡേഷന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, NAB accreditation system was established in 2006 as a part of എന്താണ് നമ്മുടെ QCIയുടെ കീഴിലാണ് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് എഡിഷൻ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2006 ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ റിവൈസ്ഡ് എവറി 3 years. 3 years കൂടുമ്പോൾ നാബ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും റിവൈസ് ചെയ്യുന്നുണ്ട്. കറന്റ്ലി ഒരു പറയുന്ന 5th എഡിഷൻ ഓഫ് നാബ് സ്റ്റാൻഡേർഡ് ആണ് റിലീസ്ഡ് ഇൻ ഓഗസ്റ്റ് 2020 in US ആണ് പറയുന്നത്. ബട്ട് കറന്റ്ലി 2025 ജാനുവരിയിൽ 6th എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് എഡിഷൻ ആണ്? 5th കഴിഞ്ഞു, 6th എഡിഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നാബ് സ്റ്റാൻഡേർഡ്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ബ്രീഫ് ചെയ്ത് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ്. ഈ ഹോസ്പിറ്റൽസിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം എന്ന് മുന്നോട്ട് പറഞ്ഞ സ്ഥാപനമാണ് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ. 1917 ഈ ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. 1951 ആയപ്പോഴേക്കും ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസും മറ്റ് പ്രൊഫഷണൽ അസോസിയേഷൻ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷനും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത്
ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 1981 ആയപ്പോഴേക്കും ആ നെയിമിൽ ചെറിയൊരു മാറ്റം വരുത്തി ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ആക്കി മാറ്റി. ദെൻ നമ്മള് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. QCIയുടെ കീഴിൽ നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ് നാബ് എന്ന് പറയുന്നത്. നാബ് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 2006 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോ ഈ 2006 മുതൽ നാബ് ഓരോ എന്താ പറയുക, ഒരു 3 വർഷം കൂടുമ്പോഴും നാബ് സ്റ്റാൻഡേർഡ്സ് റിലീസ് ചെയ്യുന്നത്. ഓരോ വർഷവും എന്താണ് നാബ് സ്റ്റാൻഡേർഡ്സിൽ എന്താണ് അഡീഷണൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടാണ് പുതിയ പുതിയ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കറന്റ് ഹോസ്പിറ്റൽസ് ഫോളോ ചെയ്യുന്ന നാബ് സ്റ്റാൻഡേർഡ് 6th എഡിഷൻ ആണ് ലാസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2005 ജനുവരിയിലാണ് 6th എഡിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറന്റ് ഫോളോ ചെയ്ത എഡിഷൻ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് എഡിഷൻ എന്നാണ് റിലീസ് ചെയ്ത് 2006. എന്താണ് നാബ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കൂ. ടൈപ്പ് ചാപ്റ്ററിൽ തന്നെ ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് പറയാം. ഇൻ addition to hospital, the body evaluate long-term care facilities like നമ്മൾ ഹോസ്പിറ്റൽസിന് മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നല്ല കേട്ടോ പറയുന്നത്. ഒത്തിരി മറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ മറ്റു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഹോം ഹെൽത്ത് ഏജൻസീസ്, ഹോസ്പിറ്റൽ, ഫാർമസീസ്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ നെറ്റ്വർക്കിനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, അംഗീകാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽസിന് മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആഫ്റ്റർ സർവീസുകൾക്കും ഹെൽത്ത് കെയർ സർവീസുകൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്, അംഗീകാരം ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് ഈ അക്രഡിറ്റേഷന്റെ ഒരു ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഏതെല്ലാം ആക്ട് ആണ് അവിടെ വരുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ അക്രഡിറ്റേഷൻ അംഗീകാരം എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സ്, ഹോസ്പിറ്റൽ സംബന്ധിച്ച് ആരാണ് കൺസ്യൂമേഴ്സ്? റെഫർ ചെയ്തിട്ട് ഒന്നും കൂടി കൺഫേം ചെയ്ത് പറയാം. ഓക്കെ, പേഷ്യൻസിന്റെ റൈറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട്. പേഷ്യൻസ് ആണ് നമ്മളെ സംബന്ധിച്ച്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആര് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ്, പേഷ്യൻസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്രഡിറ്റേഷനും കാര്യങ്ങളും വരുന്നത്. കാരണം പേഷ്യൻസ് എൻജോയ് ചെയ്യുന്ന, അവർക്ക് കിട്ടുന്ന സർവീസും കാര്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള അംഗീകാരം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് നോക്കുന്നു. ദെൻ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ഇൻഷുറൻസ് കമ്പനി റെഗുലേഷൻ, പിന്നെന്താണ് CGHS, ECHS, കോർപ്പറേറ്റ്സ് എക്സെട്ര. ഈ CGHS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് കെയർ സ്കീംസ് ആണ്. ECHS എന്ന് പറയുന്നത് എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് കെയർ സ്കീം. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർക്കെല്ലാം സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇതിനെല്ലാവർക്കും അംഗീകാരങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അക്രഡിറ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ നമ്മളുടെ എന്താണ് അക്രഡിറ്റേഷന് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൺട്രോളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്രഡിറ്റേഷൻ സർവീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ അംഗീകാരം അല്ലെങ്കിൽ റെക്കഗ്നിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ആ ഒരു ടോപ്പിക്കും ആ ഇയറുകളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കും.
ഓക്കെ, എല്ലാവർക്കും നോക്കിയോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈ അക്രഡിറ്റേഷൻ എന്നാണ്. എന്തുകൊണ്ട് അക്രഡിറ്റേഷൻ? വൈ അക്രഡിറ്റേഷൻ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അക്രഡിറ്റേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. എന്ത് ചെയ്യുക, ഹെൽത്ത് കെയർ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകുന്നു. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി, നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ എന്താണ് സേഫ്റ്റി കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. നല്ലൊരു അംഗീകാരമുള്ള സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കാര്യങ്ങളും വെൽ എന്താണ് നല്ല സേഫ്റ്റി നല്ല ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ളതായിരിക്കും എന്ന് പറയും. Then attract foreign patients. നമുക്ക് മറ്റൊരു ഔട്ട്സോഴ്സിംഗ് ഉണ്ട്. ഇന്ന് കറന്റ് നമ്മൾ വേൾഡിൽ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാം പുറം രാജ്യത്തു നിന്നുള്ള എന്താണ് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇൻ കേരളയിലാണ് അത് നടക്കുന്നത്. എന്ന് വെച്ചാല് അട്രാക്റ്റീവ് ഫോറിൻ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അത്രയും നല്ല എന്താണ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇന്ന് കേരളത്തിലുണ്ട്. സോ ഇംപ്രൂവ് എഫിഷ്യൻസി, നല്ല രീതിയിൽ നമ്മുടെ എഫിഷ്യൻസി കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. റെഡ്യൂസ് മെഡിക്കൽ എറർ, നമുക്ക് മെഡിക്കൽ എറർ സംഭവിക്കുന്നത് കുറയ്ക്കാനായിട്ട് അക്രഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ കൺട്രോൾ ദ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻക്രീസ് അക്കൗണ്ടബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ സർവീസും കാര്യങ്ങളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് സർവീസ് ഡെലിവറി, നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സർവീസ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷൻ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ഓവർസീ ചെയ്യാണ്, എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നത്. ഓക്കെ, 1 മിനിറ്റ് ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ, 1 മിനിറ്റ് ഞാൻ PDF ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇനി നമ്മൾ നോക്കുന്നത് അക്രഡിറ്റേഷൻ അതോറിറ്റി ഇൻ ഇന്ത്യ ആണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൈ അക്രഡിറ്റേഷൻ ആണ്. സോ എന്താണ്, ടു എൻഷുർ ക്വാളിറ്റി ഇൻഡെക്സ് ഓഫ് ദ ഹെൽത്ത് കൺസ്യൂമേഴ്സ്. ഹെൽത്ത് കൺസ്യൂമേഴ്സ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. റൈസിംഗ് ദ നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ, നമുക്കറിയാമല്ലേ ഇന്ന് ഹോസ്പിറ്റൽസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. Turning to accreditation agency worldwide to both standardize their protocol and protect their international quality of healthcare delivery. So നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡൈസ് ഏജൻസി അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഏജൻസി എന്താണ് ഉറപ്പ് നൽകുന്നത്, ഈ ഹെൽത്ത് കെയർ ഏജൻസീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഉറപ്പാണ് നമുക്ക് ഒരു അക്രഡിറ്റേഷൻ തരുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളമാണ്. സോ ഇവിടെ വെച്ചാൽ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒത്തിരി നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് നമ്മൾ ഇന്ന് എന്താണ് എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയിൽ വളരെ കൂടുതലാണ്.
അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ലാബിന്റെ അംഗീകാരമുള്ള ഹോസ്പിറ്റൽസുകൾ കൂടുതലാണ്. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഈ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ജോബിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിന് ലാബിന്റെ അംഗീകാരം ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അത് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ എന്താണ് അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവരെ ഫോറിൻ പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിറ്റി അഷ്വറൻസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ്. നമുക്കറിയാമല്ലേ, നല്ല ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള സ്ഥാപനമാണ്, നല്ല ക്വാളിറ്റി സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കോസ്റ്റ്, അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫിഷ്യൻസിയോട് കൂടി എഫക്റ്റീവ്നെസ്സോട് കൂടി നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നല്ല ഉത്തരവാദിത്തത്തോട് കൂടി കറക്റ്റ് ആയിട്ട് ഫങ്ഷൻസും കാര്യങ്ങളും പെർഫോം ചെയ്യാൻ സാധിക്കും. ദെൻ എന്താണ് നമ്മുടെ മെഡിക്കൽ അവേഴ്സും കാര്യങ്ങളും വരുന്നത് വളരെ കുറവായിരിക്കും. അതുവഴി നമ്മളുടെ പേഷ്യൻസിന്റെ, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ, പേഷ്യൻസിന്റെ സേഫ്റ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് സേഫ്റ്റി ഇൻ ദ സിസ്റ്റം, നമ്മുടെ ഈ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് സേഫ്റ്റി എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല രീതിയിൽ ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും. So the process of accreditation is to result in the process of fundamental changes in technical procedures of the service delivery. സോ നമ്മൾ ഈ ഒരു പ്രോസസ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ പ്രൊസീജിയേഴ്സും അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് സർവീസുകൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി മീൻസ് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നല്ല എഫക്റ്റീവ്ലി നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി സർവീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം? നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then accreditation authority in India ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ടോപ്പിക്. ഓക്കെ, ഫസ്റ്റ് ഏതാണ് accreditation authority? NAB ആണ് പറയുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. ദെൻ QCI ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? NAB ആണ് അല്ലെ. NAB NAB എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആരുടെ കീഴിലാണ്? QCIയുടെ കീഴിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? NAB എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലെ. പ്രൊവൈഡ് അക്രഡിറ്റേഷൻ ടു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് സ്ഥാപനമാണ്, അക്രഡിറ്റേഷൻ ബോഡിയാണ് NAB. ദെൻ സെറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? NAB സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏത് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഫോർ വാട്ട് പർപ്പസ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ടു പ്രൊട്ടക്ട് ദ സേഫ്റ്റി ഓഫ് ദ പേഷ്യൻസ്. നമ്മളുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് NAB എന്താണ്? NAB is a member of എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. സ്കെയിൽ മെമ്പറും കൂടെയാണ് ആര്? NAB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ആണ്, ഓർഗനൈസേഷൻ ആണ്. ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡീസ് ഉണ്ട്, അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുന്ന ബോഡീസിനെ അപ്രൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. പ്രൊമോട്ട് ഗ്ലോബൽ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഇതിന് വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം, അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് NAB സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ്. NAB സ്റ്റാൻഡേർഡ്സിൽ 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും
objective elements on the NAAP standard. Each accreditation standard is a statement of expectation or requirement which makes it possible to deliver quality care. All standards are follow our criteria our service provided quality care deliver follow our standard. Objective element is sub components of the standards. Standards sub components are objective elements. Okay. Radius okay. നമ്മുടെ ടെസ്റ്റില് ചെറിയ എന്താ പറയാ അപ്ഡേഷൻസ് വന്നിട്ടില്ല. കാരണം പഴയ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതായിരിക്കും എക്സാമിന് എഴുതേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ടെസ്റ്റ് വൈസ് പോവാണെങ്കിൽ ഓക്കെ, ടെസ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മളുടെ അപ്ഡേഷനും കാര്യങ്ങളും ടെസ്റ്റിൽ വന്നിട്ടില്ല. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കാം കേട്ടോ. എടാ അത് നമ്മുടെ ടെസ്റ്റില് 5th എഡിഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എക്സാമില് നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷനും കാര്യങ്ങൾ ഫോളോ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. 651 ഒബ്ജക്റ്റീവ്സ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ പറയുന്ന എഡിഷൻ കറന്റ് 6th എഡിഷൻ ആണ്. നിങ്ങൾ ഏതാ ഫോളോ ചെയ്ത് എനിക്കറിയില്ല. 6th എഡിഷനിൽ 339 ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും. അതിനാണ് നോക്കാനായിട്ട് ഒക്കെ ആയിട്ടുള്ളത്. ഇസെറ്റ് ഗാലറി ഒരു പേരെന്താണ്? നിജുവ. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം ഐ തിങ്ക് ഞാൻ എനിക്കറിയാവുന്നത് 6th എഡിഷനിൽ 339 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നാണ്. ഓക്കെ, 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 339 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നാണ്. ഓക്കെ, അത് 5th എഡിഷൻ ആയിരുന്നു. ഓക്കെ, 5th എഡിഷൻ ആണ്. സോ നമ്മുടെ ഇന്ന് ലാബ് സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ആവാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ നോട്ട് ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അതിൽ നിന്നായിരിക്കില്ല ടെസ്റ്റ് വരുന്നത്. നമ്മൾ ടെസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിലത്തെ ആ ടെസ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. ഓക്കെ, നമുക്ക് എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടൻസ് ടോപ്പിക്സ് ഇടാം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോയാൽ മതി എല്ലാവർക്കും, അല്ലെങ്കിൽ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകണോ? ഓരോ കാര്യങ്ങളും വീണ്ടും മീനിങ് മാത്രം പറഞ്ഞു പോവാതെ സെന്റൻസ് ബൈ സെന്റൻസ് റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്നുണ്ടോ? മ്യൂട്ട് ആയതുകൊണ്ടാണ് അഭിപ്രായം പറയാനായിട്ട് ബുദ്ധിമുട്ട്. ബ്രീഫ് ചെയ്തിട്ട് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി മെഡിക്കൽ ഫീൽഡിൽ നിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് കാര്യം ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതല്ല, ഇപ്പൊ കൊമേഴ്സ് ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ഒരാൾക്കാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് ചിലപ്പോൾ അറിയണമേ ഇല്ല. സോ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ, റീഡ് ചെയ്തിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഒപ്പീനിയൻ ഒന്നുമില്ല. Okay, then standards, patience, and okay, friendly. നിങ്ങൾ ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ടോണാണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്നത് ഈ ടോണാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്നെ പരിചയമില്ലല്ലോ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് എന്റെ ടോൺ മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലെയല്ലല്ലോ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത്, ഡിഫറെന്റ് അല്ലേ? അതേപോലെ തന്നെയാണ്, അത് ജസ്റ്റ് എന്റെ ടോണാണ്. നിങ്ങൾ അതേപോലെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. സ്പീഡ് കുറച്ച് പറയണം, ശ്രമിച്ചു നോക്കാം. സ്പീഡ് കുറച്ച് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പറയുന്നത് പേഷ്യൻസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ്. പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ കുറച്ച് നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC സ്റ്റാൻഡേർഡ് ഫോർ നമ്മുടെ രജിസ്ട്രേഷൻ, അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, റെഫറൽ പ്രോസസ്, ഇതെല്ലാമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്? രജിസ്ട്രേഷൻ, അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, റെഫറൽ. അപ്പോൾ പ്രോസസ് ആർ കവേർഡ് ഇൻ ദിസ് ഗ്രൂപ്പ് ആൻഡ് പ്രോപ്പർലി ടേക്കൺ കെയർ ഓഫ് യൂസിങ് പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ചുള്ള കെയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്നത്. 10 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയാനുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് പോവാണ്. ആദ്യം പറഞ്ഞ സ്റ്റാൻഡേർഡ് ഏതാണ്? അസസ്മെന്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് പേഷ്യന്റ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്കറിയാലേ, നമ്മൾ പേഷ്യൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, അത് അവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു നമ്മൾക്കൊരു റൈറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമുക്ക് അവർക്ക് ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, രോഗിയുടെ അവകാശമാണ് ശരിക്കും പറഞ്ഞാല് എന്താ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റിനുള്ള സർവീസും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് പറയണം. Okay, patient rights and education standard related to the consent recording and training are an important function of this group. The application to making them available across the time and space. നമുക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം പേഷ്യൻസിന്.
എന്ത് സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ക്വാളിറ്റി സർവീസ് ആണ്, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പേഷ്യൻസിനും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇന്ന മെഡിസിൻ ഇന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഇന്ന മെഡിസിൻ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവര് നമുക്കറിയാം ഇത് നമ്മൾ ആരോടൊന്നും പറയണ്ടല്ലേ, പേഷ്യൻസിനെ കുറിച്ച് അറിയാൻ ഒന്നും നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വേണ്ട. കാരണം എന്താണ്, ഓൾറെഡി അവർ നോൺ ആയിരിക്കും, എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്നത്തെ നമ്മൾ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അവർക്ക് എന്താണ്, അവർ ജസ്റ്റ് അതിൽ എന്താണ് ഇൻഫോർമേഷൻ ഉണ്ടല്ലേ, ജസ്റ്റ് 2 ക്ലിക്സിനുള്ളിൽ അവർക്ക് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം എങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എന്താ പറയുക ഇന്റർനെറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. പേഷ്യൻസിന് അറിയാം അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ കണ്ടീഷൻ എന്താണെന്നതിനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. സോ എന്താണ്, അപ്പൊ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നിന്നാവുമ്പോൾ നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ് അവര് എന്ത് അവസ്ഥയിലാണെന്ന് നമ്മൾ അവരോട് പറയാം, അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാം. മേ ബി നേരിട്ട് ചിലപ്പോൾ പേഷ്യൻസിനോട് പറയാൻ സാധിക്കുന്നില്ല, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം, ആ ഒരു സ്റ്റാൻഡേർഡ് ആണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് കെയർ ഓഫ് പേഷ്യന്റ്. നമ്മുടെ പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മള് ബെസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ദെൻ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ ആണ് നെക്സ്റ്റ്. മരുന്നുകൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. നമ്മൾ എപ്പോഴും മെഡിക്കൽ എററൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് മരുന്ന് മാറിപ്പോകുമ്പോഴൊക്കെയാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ മേ ബി ആ ഒരു പേഷ്യന്റിന്റെ ലൈഫ് പോലും റിസ്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, പ്രോപ്പർ ആയിട്ട് മെഡിസിൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ഓരോ മെഡിസിൻസിന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം, മെഡിസിൻസിന് വേണ്ടിയിട്ടാണ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഗൈഡ്ലൈൻസ് കൊടുക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെയാണ്, ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോളും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകേണ്ടതും ഒരു ഓർഗനൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ ഒരു സ്റ്റാൻഡേർഡിൽ വരും ഹോസ്പിറ്റൽ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ദെൻ ഫിസിക്കൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, മെറ്റീരിയൽ മാനേജ്മെന്റ്, നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതിനടുത്താണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം, അവർ ആ കറക്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകേണ്ട ഒരു കൺഫേം ചെയ്യണം. ആ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകണം. ദെൻ ഇൻഫോർമേഷൻ മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ കാര്യങ്ങളും നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ കെയർ എന്താ പറയാ അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ഇൻഫോർമേഷൻ മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ദെൻ കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. തുടർച്ചയായി നമ്മൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും കീപ്പ് ചെയ്യുക എന്നതല്ല, കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ്, നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പേഷ്യൻസിന് കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. AAC ആണ് സ്റ്റാൻഡേർഡ് ഫോർ രജിസ്ട്രേഷൻ, അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ആൻഡ് റെഫറൽ പ്രോസസ്. എന്താണ് അഡ്മിഷൻ, എന്താണ് രജിസ്ട്രേഷൻ, എന്താണ് ഡിസ്ചാർജ്, എന്താണ് ട്രാൻസ്ഫർ, എന്താണ് റെഫറൽ എന്നൊക്കെ അറിയാലോ. കാരണം എന്താണ്, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ വരുന്നത് അസസ്മെന്റ് കണ്ടിന്യൂറ്റി കെയർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്നത്. ഓക്കെ. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ. നമുക്കറിയാം
നമുക്ക് എന്താണ് രണ്ട് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പഠിക്കും. അതില് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്താണ് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോ ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്നതൊക്കെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്, ഇന്നതൊക്കെ എന്താണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സെഷൻ വരുന്നത്. ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഇങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി ഒരു മിനിറ്റ്, അവിടെ ചിലപ്പോൾ ഒരു ഹെഡിങ് എങ്ങാനും വിട്ടുപോയതായിരിക്കും. നിങ്ങൾ പറയുമ്പോ ഇവിടെ വരെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ടല്ലോ, അവിടെ വരെയും വരുന്നത് എന്താണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് എന്താണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. മേ ബി ചിലപ്പോൾ ടൈപ്പിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താണ് പ്രിന്റിംഗ് മിസ്റ്റേക്കോ ആയിരിക്കണം. അവിടെ ഏത് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടില്ല, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിന് ഹെഡിങ് കൊടുത്തിട്ടില്ല. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഞാനേ സംതിങ് വേറെ എന്തെങ്കിലും ഒരു PDF പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാൻ 1 മിനിറ്റ് PDF വേറെ പ്രസന്റ് ചെയ്യാവേ. കാണാൻ പറ്റുന്നുണ്ടോ PDF? വേറെ PDF കാണാൻ പറ്റുന്നുണ്ടോ? അത് ചിലപ്പോൾ മേ ബി മിസ്റ്റേക്ക് ആയിരിക്കും, അവര് വിട്ടുപോയതായിരിക്കും കേട്ടോ. പിന്നെ PDF ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, ഒരു ബോക്സ് പോലെ ഒരു ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും നോക്കി. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടേ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റും നോക്കി. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ 5 സ്റ്റാൻഡേർഡ് പേഷ്യന്റ് സെന്റേർഡ് ആണ്. ഓക്കെ, മേ ബി സ്റ്റാൻഡേർഡ് എന്ന് മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഇവിടെ പേഷ്യന്റ് സെന്റേർഡ് ആൻഡ് ഓർഗനൈസേഷൻ സെന്റേർഡ് എന്നുള്ളത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. മേ ബി പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണം വരാഞ്ഞതായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ നോട്ട് ചെയ്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ മുകളിൽ പേഷ്യന്റ് സെന്റേർഡ് ഓർ എന്താണ് ആൻഡ് ഓർഗനൈസേഷൻ സെന്റേർഡ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ എഴുതുന്ന ഈ ഹെഡിങ്ങിന്റെ അടുത്ത് പേഷ്യന്റ് സെന്റേർഡും ഓർഗനൈസേഷൻ സെന്റേർഡും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഈ 2 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രശ്നം വരില്ല കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സും എന്താണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ അത് സ്റ്റാൻഡേർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ സജഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് ടൈം പോകുന്നു, ടൈം നമുക്ക് ആദ്യം 1 hour ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാനായിട്ട് പറ്റാറില്ല. പ്രത്യേകിച്ച് PG നമുക്കറിയാലോ സിലബസിന്റെ കുറച്ച് ടഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഇന്ററാക്ട് ചെയ്യാണ്ടാണ് ക്ലാസ് എടുക്കാറ്. മാക്സിമം ഞാൻ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.